ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കസ്റ്റാർഡ് പുഡിങ്ങാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കസ്റ്റാർഡ് പുഡിങ്. ഞാൻ അതിന് വേണ്ടി ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ട് 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പാല് സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാല് ഒഴിച്ചു കൊടുക്കാമേ. പാലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. നമ്മളതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോൾ 7 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. ആ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ബൗളിനകത്തിലേക്ക് ഒരു ശകല ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ പുഡിങ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് തേച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിനകത്തൊഴിച്ച് ഇളക്കി കൊടുക്കാം. കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഏകദേശം നമുക്കറിയാം ഒരു കട്ടിയാകുന്ന പരുവം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ മധുരം നോക്കണം. മധുരം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നമ്മളതിലേക്ക് ഒരു ശകലം ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു ശകലം വനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാമേ. വാനില ഫ്ലേവർ ഉള്ളതാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരു ഫ്ലേവറൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ നമ്മുടെ മിക്സ് തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. നമുക്കിതൊരു കരടോ വല്ലതും ഉണ്ടോ എന്നറിയത്തില്ല. നമുക്കൊരു അരിപ്പയിലോട്ടൊഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പുഡിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ നമുക്കൊന്ന് കളയാം. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് 2-3 മണിക്കൂർ സൂക്ഷിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കിത് എടുത്ത് കാണിക്കാമേ. അങ്ങനെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ തിരിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളതിലേക്ക് കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാമോ പിസ്തയോ നമുക്കിഷ്ടമുള്ള നട്ട്സുകൾ അതിൻ്റെ മുകളിൽ നമുക്ക് വിതറി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ. നമ്മുടെ നല്ല
വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്. ഇത് കണ്ടല്ലോ. നിങ്ങൾ ഈ പുഡിങ് ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.